ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു വീഡിയോ ഒരു സമ്പന്നതയുടെ കഥയാണ്. എല്ലാവർക്കും സമ്പന്നനാകാൻ ആഗ്രഹമുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് എല്ലാവരും ആകാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന് ഒരു ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ. അതിന് രഹസ്യം ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെ ചെറിയ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് സമ്പന്നത കൊണ്ടുവരാം. നമ്മുടെ മനസ്സെന്ന് പറയുന്നൊരു അക്കൗണ്ടാണ്. അതായത് ബാങ്ക് പോലെ ഒരു അക്കൗണ്ടാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാം, അല്ലാതെ നമുക്ക് സാധാരണ സേവിങ്സ് അക്കൗണ്ടൊക്കെ ആയിട്ട് ഇടാം. നമ്മുടെ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ പോസിറ്റീവായിട്ടാണ് നിങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുകയാണെങ്കിൽ തീർച്ചയായും പോസിറ്റീവായിട്ട് തന്നെയായിരിക്കും നമുക്ക് തിരിച്ച് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റാണ് ചെയ്യുന്നതെങ്കിൽ അത് അതിൻ്റെ 10 മടങ്ങ് നെഗറ്റീവായിട്ടായിരിക്കും നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞുതരാം. സാധാരണയായിട്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് പണക്കാരെ നമ്മൾ കാണാറുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളാവാം, നമ്മുടെ ബന്ധുക്കളാകാം, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളാകാം. ഇവരൊക്കെ പണം ഒരുപാട് ഉണ്ടായിരിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുന്നതുകൊണ്ട് അവരാരെയോ തട്ടിച്ചോ വെട്ടിച്ചോ പറ്റിച്ചൊക്കെയാണ് പണം ഉണ്ടാക്കിയത്, നമ്മൾ അവരെ കുറ്റം പറയാൻ തുടങ്ങും. ഇങ്ങനെ കുറ്റം പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ഫിക്സഡ് അക്കൗണ്ടിലോട്ട് എന്ത് കയറും? ഈ കുറ്റങ്ങൾ ഓരോ ദിവസവും കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിന് പകരമായിട്ട് ഈ ഒരു നെഗറ്റീവായിട്ടുള്ള കുറ്റം പറയുന്നതിന് പകരം അവരുടെ സമൃദ്ധിയെയും അവരുടെ വിജയത്തിനെയും നമ്മൾ അനുഗ്രഹിക്കുക, അല്ലെങ്കിൽ നന്ദി പറയുക. കാരണം അവരുടെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ വിജയം കൂടിയാണ്. അങ്ങനെ കാണാനുള്ള വലിയ മനസ്സൊന്നും നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും സമ്പന്നനാകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക? മറ്റുള്ളവരുടെ വിജയം നമ്മുടെ വിജയമായിട്ട് കരുതുക. സമ്പന്നത അല്ലെങ്കിൽ നമ്മുടെ സമൃദ്ധി അല്ലെങ്കിൽ സമ്പത്ത് എന്നുള്ള ഓരോ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോസിറ്റീവായിട്ടുള്ളത് നമുക്ക് ഇടുക. നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് ഒരു സമ്പത്തെന്നോ വിജയം എന്നൊക്കെ നമ്മൾ ഇടുക. തീർച്ചയായും ഇത് നമുക്ക് വിഡ്രോ ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഈ സമ്പന്നതയും വിജയമൊക്കെ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരികെ കിട്ടുന്നത്. മുതൽ നിങ്ങളുടെ ചിന്തകൾ മാറ്റുക. സമ്പന്നരായ ആളുകളെ കാണുമ്പോൾ അവർക്ക് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായിട്ട് ഓർക്കുക. കാരണം മനസ്സത് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലേ? പണത്തിൻ്റെ പിന്നാലെ നമ്മൾ ഓടുന്നതിന് പകരം എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്തുകൂടാ? ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നത് ഒരുപാട് വെൽത്തുകളായിരിക്കും, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും. കാരണം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും യൂണിവേഴ്സ് കൊണ്ട് നിങ്ങളെ എത്തിക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളെ കാണിപ്പിക്കുന്നതാണ് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്